എത്ര ആവർത്തി കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന ചില ചലച്ചിത്രങ്ങളുണ്ട് മലയാളത്തിൽ. വെള്ളിത്തിരയിലെ ദൃശ്യഭാഷയുടെ മാസ്മരികത പേര് നിൽക്കുന്ന ചലച്ചിത്രങ്ങളാണിവ. റിലീസായിട്ട് എത്ര വർഷം കഴിഞ്ഞാലും കാലാതിവർത്തികളായി നിലനിൽക്കുന്ന, പ്രേക്ഷകരെ വീണ്ടും തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ചില ചിത്രങ്ങൾ. റിലീസ് ചെയ്ത സമയത്ത് വലിയ കോളിളക്കമൊന്നും ഇവ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞുപോലെ ഉള്ള ചിത്രങ്ങളാണവ. അത്തരത്തിലൊരു ചിത്രത്തെക്കുറിച്ച് തന്നെയാവാം ഒരു വട്ടം കൂടി ഇത്തവണ. വീണ്ടും സ്വാഗതം. മഹാനായ KG ജോർജ് സംവിധാനം നിർവഹിച്ച മറ്റൊരാൾ എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പ്രിയങ്കരനായ എഴുത്തുകാരൻ CV ബാലകൃഷ്ണന്റെ കഥയ്ക്ക് ചലച്ചിത്ര ഭാഷ്യം നൽകി KG ജോർജ് അവതരിപ്പിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ഏറെ ആഘോഷിക്കാൻ പോന്ന ഒരു സൃഷ്ടിയാണ്. മറ്റൊരാളിൽ കൈമളും സുശീലയും ഗിരിയും ബാലനും വേണിയും തോമസും റോസമ്മയും മഹേഷും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കഥ അനിതര സാധാരണമായി പറഞ്ഞു വെക്കുകയാണ് ആ തുല്യ സംവിധായകൻ. ഉന്നത ഉദ്യോഗസ്ഥനായ, ആരോടും ശുപാർശയ്ക്ക് പോകാത്ത, വീട്ടിലെ മുടിചൂടാമനായി വിരാജിക്കാൻ ഇഷ്ടപ്പെടുന്ന മധ്യവയസ്കനായ കൈമളാണ് കഥാനായകൻ. കൈമളിൻ്റെ കുടുംബത്തിന് പോലും അദ്ദേഹത്തെ നന്നായി അറിയില്ല, മനസ്സിലാകുന്നുമില്ല. എന്നും ഭാര്യയ്ക്കും മക്കൾക്കും മുൻപേ നടക്കുന്ന, അവരെ ഒപ്പം നടത്തിയാൽ തൻ്റെ ആൺപ്രമാദിത്വം ചോർന്നു പോകുമെന്നുള്ളതിനാൽ മുൻപിൽ നടന്ന് വേറിട്ടൊരുവനായി നടക്കുന്ന കൈമൾ ഭാര്യയുടെ നിശബ്ദ നിശ്വാസങ്ങളെ കിടപ്പറയിൽ വെച്ച് പോലും തിരിച്ചറിയാൻ ശ്രമിക്കാത്ത ആണൊരുത്തനാണ്. തൻ്റെ വിധിയാണിത് എന്നോർത്ത് ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് ജീവിക്കുന്ന ഭാര്യയാണ് സുശീല. ഒപ്പം നടത്താത്ത ഭർത്താവിനൊപ്പം കടപ്പുറത്ത് പോകുമ്പോഴും ഭർത്താവിന് പിന്നിലായി മണലിലിരുന്ന് തിരയെണ്ണുകയും കടപ്പുറത്തൂടെ കെട്ടിപ്പിടിച്ചോടുന്ന കമിതാക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും കണ്ട് ഉള്ളിൽ തേങ്ങുന്ന സുശീല ഒരു വൈകുന്നേരം ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് കാർ മെക്കാനിക്കായ ഗിരിക്കൊപ്പം പോകുന്നു. കൺസിഡറേറ്റായ പുരുഷ സാമീപ്യം പൊതിച്ചാണ് പോകുന്നതെങ്കിലും ഏറെ വൈകാതെ തന്നെ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാണ് താൻ വീണതെന്ന ബോധ്യം അലോസരമുണ്ടാക്കുകയും ചെയ്യുന്നു. അക്കരെ പച്ച തേടി വന്ന് ഒടുവിൽ വീണു തേങ്ങുന്ന സുശീലയെയാണ് പ്രേക്ഷകർ കാണുന്നത്. സുശീലയുടെ ചെയ്തിയും മോഹഭംഗവുമെല്ലാം കൈമലിൻ്റെ നിസ്സഹായതയിലൂടെയാണ് സംവിധായകൻ വരച്ച് കാട്ടുന്നത്. ഇത് മറ്റൊരാളെന്ന ചലച്ചിത്രത്തിൻ്റെ ആഖ്യാന ശൈലിയെ പുതിയ ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കൈമലിൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷം തൻ്റെയും സന്തോഷമെന്ന് വിശ്വസിക്കുന്ന ബാലൻ എന്ന സുഹൃത്തിൻ്റെ സാന്നിധ്യമാണ് ചലച്ചിത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത. നിസ്വാർത്ഥ സൗഹൃദത്തിൻ്റെ നിറകുടമാണ് ബാലൻ. ഒപ്പം പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഭാര്യ വേണി. ബാലൻ വേണി ദമ്പതിമാർ വേറിട്ടൊരു പരിവേഷവുമായി നിൽക്കുമ്പോഴും കൈമലിൻ്റെയും സുശീലയുടെയും അവരുടെ കുഞ്ഞുങ്ങളുടെയും ജീവിതങ്ങളോട് ചേർന്ന് നിന്ന് അവർക്കൊപ്പം സഞ്ചരിക്കുന്ന കാഴ്ചയും സംവിധായകൻ അതീവ ചാരുതയോടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിന് ഘടകവിരുദ്ധമാണ് തോമസ് റോസമ്മ ദമ്പതിമാർ. കൈമലിൻ്റെ കുടുംബം വേദനയുടെ ആഴങ്ങളിൽ മുങ്ങുമ്പോഴും തോമസും റോസമ്മയും ഇടയ്ക്കിടെ വന്ന് അലോസരമുണ്ടാക്കി കടന്നുപോകുന്നു. ഈ സാഹചര്യത്തിൽ വിഖ്യാതനായ സാർത്രിൻ്റെ അതേഴ്സ് ആർ ഹെൽ എന്ന ചിന്ത അതീവ മനോഹരമായാണ് KG ജോർജ് പറഞ്ഞു വയ്ക്കുന്നതെന്നും നമുക്ക് കാണാൻ കഴിയും. മറ്റൊരാൾ എന്ന ചലച്ചിത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത ഭാര്യ ഓടിപ്പോകുന്നത് ഉത്തമ ജീവിതം മുന്നോട്ട് നയിക്കുന്ന എന്ന് സമൂഹം സാധാരണയായി സാക്ഷ്യപ്പെടുത്തുന്ന ഭർത്താവിൽ നിന്നുമാണ് എന്നതാണ്. ഒരു ഐഡിയൽ ഭർത്താവായി താൻ പോരിമയോടെ കുടുംബത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്നും തൻ്റേതെന്ന് വിശ്വസിച്ച് നടപ്പാക്കുന്ന ആണൊരുത്തനാണ് കൈമൾ. അങ്ങനെ ചുറ്റുമുള്ളവർ ഇതാണ് ആൺകുട്ടി എന്ന് പറഞ്ഞ് സ്ഥാപിച്ച ആ ആണൊരുത്തൻ സങ്കല്പത്തിൻ്റെ സംരക്ഷണയിൽ നിന്നാണ് അസന്തുഷ്ടയായ ഭാര്യ ഇറങ്ങിപ്പോകുന്നത്. ഭാര്യ എന്തുകൊണ്ട് പോയി എന്നതിനേക്കാൾ മറ്റുള്ളവർ അവൾ പോയത് അറിയരുതെന്ന വാശിയാണ് ആദ്യമൊക്കെ കൈമളിന്. അത് സുഹൃത്തായ ബാലനോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സ്വയം അവലോകനം ചെയ്യുകയും തൻ്റെ കഴിവുകേടിനെ പഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഭാര്യയുടെ ഒളിച്ചോട്ടം കൈമലിൻ്റെ ആണത്വത്തിനാണ് പോറലേൽപ്പിക്കുന്നതെന്ന് പറയാതെ പറയുന്നുണ്ട് സിനിമയിൽ ഉടനീളം. മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിൽ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുള്ള കഥാപാത്രങ്ങളിൽ ചിലതാണ് കൈമളും സുശീലയും ബാലനും വേണിയും തോമസുമൊക്കെ. വിവിധങ്ങളായ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് സമ്പന്നമായ കഥാപാത്ര സൃഷ്ടിയുടെ ഏറ്റവും ആഴത്തിലുള്ള കണ്ടെത്തലുകളിൽ ചിലതാണ് ഇവ. പൊന്നുപോലെ തിളങ്ങുന്ന കഥാപാത്ര രചനകൾ. CV ബാലകൃഷ്ണൻ വരച്ചിട്ട ജീവിതങ്ങൾക്ക് KG ജോർജിന് വേണ്ടി അഭ്രപാളിയിൽ നിറഞ്ഞാടിയ കരമന ജനാർദ്ദനൻ നായരും സീമയും മമ്മൂട്ടിയും ഉർവശിയും
ജഗതി ശ്രീകുമാറുമൊക്കെ മറ്റൊരാൾ എന്ന ചലച്ചിത്രത്തെ ഉദാത്തമായ തലത്തിലേക്കാണ് എത്തിക്കുന്നത്. സവിശേഷമായും എടുത്തു പറയേണ്ട കഥാപാത്രമാണ് കരമനയുടെ കൈമൾ. അടൂരിൻ്റെ എലിപ്പത്തായം കണ്ടവർക്ക് കരമനയുടെ കൈമളിനെ നന്നായി മനസ്സിലാകും. എങ്കിലും കൈമളായി ജനാർദ്ദനൻ നായർ എത്തുമ്പോൾ ആ കഥാപാത്രത്തിന് ലഭിക്കുന്ന അസാമാന്യമായ പരിവേഷം വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ മലയാള സിനിമയിൽ ഉണ്ടാകുന്നുള്ളൂ എന്നതും കാണാം. അത്രയ്ക്ക് ഗംഭീരമായാണ് കരമന ജനാർദ്ദനൻ നായർ കൈമളിനെ പ്രേക്ഷകർക്ക് നൽകുന്നത്. യവനികയ്ക്ക് ശേഷം കെ ജി ജോർജിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി വീണ്ടും എത്തിയപ്പോൾ ബാലൻ പ്രേക്ഷകർക്കൊപ്പം ഒരിക്കൽ കൂടി നടന്നു എന്ന് തന്നെ പറയാം. നാം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കാൻ വെമ്പുന്ന, ചേർത്ത് നിർത്താൻ കൊതിക്കുന്ന സുഹൃത്താണ് ബാലൻ. ആ സൗഹൃദം കാക്ഷിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഈ ഭൂമുഖത്ത്. ബ്രില്യൻ്റാണ് മമ്മൂട്ടിയുടെ ബാലൻ. അതേസമയം നാം ഒരിക്കലും കാണരുതെന്ന് ആശിക്കുന്ന ആളാണ് ജഗതിയുടെ തോമസ്. ജഗതി ശ്രീകുമാർ ആ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത് അഭിനയ പുസ്തകത്തിൻ്റെ ഏടുകളിൽ കയറി ഇരുന്നുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ജഗതി എന്ന നടൻ്റെ അത്യുഗ്രൻ പ്രകടനമാണ് തോമസിലൂടെ നാം കാണുന്നത്. സീമയാകട്ടെ സി വി ബാലകൃഷ്ണൻ വിഭാവനം ചെയ്ത, കെ ജി ജോർജ് വിഭാവനം ചെയ്ത സുശീല ഇതുതന്നെ എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞു പോകും. മധ്യവയസ്കയായ ഭാര്യയുടെ നിസ്സഹായത, വിഹ്വലത, പ്രതീക്ഷ, മോഹഭംഗം എന്നിവയൊക്കെ അത്രമേൽ മനോഹരമായാണ് സീമ ഉൾക്കൊണ്ടിട്ടുള്ളതും അവതരിപ്പിച്ചതും. 1988 പുറത്തിറങ്ങിയ മറ്റൊരാൾ ഒരു ക്ലാസിക്കാണ് എന്നതിൽ സംശയമില്ല. കേരളത്തിലെ മധ്യവർത്തി ജീവിതങ്ങളിലെ അവിഭാജ്യ ഘടകമായ ഒരു വൃത്തികെട്ട തരം ദുരഭിമാനവും നീതിപ്പുകയലുകളും ഒക്കെ നന്നായി തന്നെ വരച്ചിടുന്നുണ്ട് ഈ ചിത്രം. എന്നത്തെയും പോലെ കെ ജി ജോർജ് സ്ത്രീ മനസ്സിലേക്ക് മുങ്ങാങ്കുഴിയിടുന്ന കാഴ്ച മറ്റൊരാളിലും കാണാം. സി വി ബാലകൃഷ്ണൻ്റെയും കെ ജി ജോർജിൻ്റെയും മാത്രം സിനിമയല്ല മറ്റൊരാൾ. മനോഹരമായ പശ്ചാത്തല സംഗീതം പകർന്ന എം ബി ശ്രീനിവാസൻ്റെയും ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറവൊട്ടുമില്ലാതെ തന്നെ ഒപ്പിയെടുത്ത രാമചന്ദ്ര ബാബുവിൻ്റെയും കരമന ജനാർദ്ദനൻ നായരുടെയും സീമയുടെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമയാണ് മറ്റൊരാൾ. പ്രേക്ഷകരുടെ സിനിമയാണ് മറ്റൊരാൾ. സിനിമയിലെ മറ്റൊരാൾ ആരെന്ന അന്വേഷണത്തിൻ്റെ പിന്നാലെ പോകുന്ന, അഭ്രപാളിയിൽ കഥാപാത്രങ്ങളെ പരിചയമുള്ള, അവർ ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന പ്രേക്ഷക മനസ്സുകളുടെ കൂടെ സിനിമയാണ് മറ്റൊരാൾ. ഇനിയും കാണാം ഈ ചിത്രം പല ആവർത്തി. ഇടയ്ക്കിടെ കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു സൃഷ്ടിയാണ് കെ ജി ജോർജിൻ്റെ മറ്റൊരാൾ. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി. നന്ദി.